നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഗവർണർ തന്നെയാണ് ഇന്നലെ മുതൽ വാർത്തകളിൽ എന്തായാലും നിറഞ്ഞു നിൽക്കുന്നത്. ഗവർണർക്കെതിരെ SFI ബാനറുകൾ ഉയർത്തിയിരുന്നു. കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണർ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. SFI ഉയർത്തിയ ബാനറുകൾ എത്രയാണെന്ന് വെച്ചാൽ എണ്ണിക്കോ എന്നുള്ള രീതിയിലായിരുന്നു എന്തായാലും SFI പറഞ്ഞത്. ഒപ്പം തന്നെ ഇന്ന് നമ്മൾ ലോകാന്തര വാർത്തയിലേക്ക് പോകുന്നുണ്ട്. ചൈനയിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പ്രളയക്കെടുതി തുടർന്നുകൊണ്ടേ അത്തരം വാർത്തകളുണ്ട്. അപ്പൊ നവകേരള സദസ്സിന് പണം പിരിക്കുന്നതിന് കണക്ടർമാർക്ക് ഉത്തരവ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുമുണ്ട്. അത്തരം എല്ലാ വാർത്തകളുമുണ്ട്. അതിവേഗം ആ വാർത്തകളിലേക്ക് കടക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ ക്യാമ്പസുകളിൽ നിരവധി ബാനറുകൾ ഉയർത്തി SFI. ബാനർ എഴുത്ത് മത്സരം തന്നെ സംഘടിപ്പിച്ചാണ് SFI മഹാരാജാസ് യൂണിറ്റ് ക്യാമ്പസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചാൻസലർ രാജാവല, മനുസ്മൃതി, ഭരണഘടനയല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ബാനറുകളിൽ എഴുതിയിരുന്നത്. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് രാവിലെ 10 മണിയോടെ തുറന്നേക്കും. ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ തുറക്കാനാണ് തമിഴ്നാടിന്റെ തീരുമാനം. സെക്കൻഡിൽ പരമാവധി 10,000 ഘനയടി വെള്ളം വരെ തുറന്നുവിടുമെന്നാണ് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അറിയിക്കുന്നത്. ഇതേ തുടർന്ന് പെരിയാർ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നവകേരള സദസ്സിന് പരസ്യങ്ങളുടെ പണം കണ്ടെത്താൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയ സർക്കാർ ഉത്തരവിനെതിരായ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി പരസ്യങ്ങളുടെ വിഭവ സമാഹരണം നടത്താനുള്ള സർക്കാർ ഉത്തരവ് ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നു. പണം സമാഹരിക്കുന്നതിനും കണക്കിൽപ്പെടുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങളില്ലെന്ന കാരണത്താലാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാൻ തെക്കൻ തമിഴ്നാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ നൂറുകണക്കിന് വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. 23 ട്രെയിനുകൾ ഇന്ന് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലൂടെയുള്ള 3 ട്രെയിനുകളും റദ്ദാക്കിയവയിലുണ്ട്. 5 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. 13 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുമുണ്ട്. 190 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ സജ്ജമാണ്. എന്തായാലും തമിഴ്നാട് ചൈനയിലുണ്ടായ ഭൂകമ്പത്തിൽ 100-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. 200-ലധികം പേർക്ക് പരിക്കേറ്റു. ഗൻസു പ്രവിശ്യയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് ഭൂകമ്പം ഉണ്ടായത്. 5.9 രേഖപ്പെടുത്തിയ ഭൂകമ്പം പ്രവിശ്യ കേന്ദ്രമായ ഗൻസുവിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ് ഉദ്ഭവിച്ചത്. ഒന്നിന് പിന്നാലെ ഒന്നായി തുടരെ ഭൂകമ്പം ഉണ്ടായതായാണ് റിപ്പോർട്ട്. അതേസമയം സിൻഹുവായിലുണ്ടായ ഭൂകമ്പം 6.2 തീവ്രതയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പങ്കുവയ്ക്കാനുള്ള ഇത്തരം വാർത്തകളാണ്. പുതിയ വാർത്തകളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.